വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു അടിപൊളി ബ്രാല് കറിയാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ആവശ്യം കഴിഞ്ഞാൽ എടുത്തു കളയുന്ന ഒന്നിനെയാണ് സാധാരണ കറിവേപ്പില എന്ന് മലയാളികൾ പൊതുവെ പറയാറുള്ളത്. അതിൻ്റെ കാരണം സാധാരണ കറികളിൽ കറിവേപ്പില ഇട്ടില്ലെങ്കിൽ രുചി കുറയുമെങ്കിലും ആവശ്യം കഴിയുമ്പോൾ നമ്മളതെടുത്ത് പുറത്ത് കളയാണ് പറയും. അപ്പോൾ ഇങ്ങനെ വലിച്ചെറിയേണ്ട ഒന്നല്ല കറിവേപ്പില എന്ന് കറിവേപ്പിലയുടെ ഗുണങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് വിറ്റാമിൻ എയുടെ കലോറി ആയിട്ടുള്ള കറിവേപ്പില അത്രയധികം ഗുണങ്ങൾ ഉള്ള ഒരു ഇലയാണ്. പ്രമേഹ ബാധിതർക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ പേഷ്യൻസിനും ദഹന സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും എന്ന് വേണ്ട ഡെയിലി കറിവേപ്പില കഴിക്കുന്നതിനുള്ള ഗുണങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് കറിവേപ്പില കുഴമ്പ്. സാധാരണ കറിവേപ്പില കട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മുതിർന്നവരാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. എന്നാൽ ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവണ ഒരു നമുക്ക് ഫിംഗർ ലിക്കിങ് ടേസ്റ്റ് എന്നൊക്കെ പറയാം. അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ അത് ഇഡലിയുടെ കൂടിയും ദോശയുടെ കൂടിയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അത് ഇന്ന് കറിവേപ്പില കുഴമ്പ് അല്ലെങ്കിൽ അതിന് കറിവേപ്പില കറി എന്നൊക്കെ പറയാം, അത് ഉണ്ടാക്കാം. അതിനു മുമ്പ് ജിസ്ബി കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കറിവേപ്പില കുഴമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കറിവേപ്പില കുഴമ്പ് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പില തന്നെയാണ്. അതിപ്പോൾ ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടണത് കൊണ്ട് നമുക്ക് ഫ്രഷ് ആയി തന്നെ പോയി പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ഈ കറിവേപ്പില ഒന്ന് ഉതിർത്തി അടർത്തി കഴുകിയെടുക്കണം. ഇലകളൊക്കെ ഒന്ന് അടർത്തി കഴുകിയെടുക്കണം. ഒരു കപ്പ് അമർത്തി അളന്നിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ ഒന്ന് ഉതിർത്ത് നമുക്ക് നന്നായി ഒന്ന് കഴുകി വാല വെക്കാം ആദ്യം തന്നെ. അപ്പോൾ കറിവേപ്പില ഞാൻ കഴുകി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വാല വയ്ക്കാം. ഇനി നമുക്ക് കറിവേപ്പില കുഴമ്പുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറയാം. 4 ചെറിയ ഉള്ളി, ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള പുളി, പിന്നെ ഒരു 10-12 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പൊട്ടിച്ച ഉഴുന്നാണ്, പൊട്ടിയ ഉഴുന്ന്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക്. പിന്നെ വേണ്ടത് 4 ചുവന്ന മുളക്, അതിപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ഇടാം. 3 പച്ചമുളക്, ഒരു 2 നിറച്ച് ടേബിൾ സ്പൂൺ നിറച്ച് വേണം, നാളികേരം വേണം. പിന്നെ ഒരു കുഞ്ഞു നെല്ലിക്കയുടെ ഒരു വലിപ്പമുള്ള പുളി, പിന്നെ ഒരു 1/4 ഇഞ്ച് പീസ് ഇഞ്ചി, ഉപ്പ് വേണം. പിന്നെ നമ്മൾ നല്ലെണ്ണയാണ് എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പുളി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വയ്ക്കാം. ഈ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇപ്പം ഇതവിടെ ഇരുന്ന് കുതിരട്ടെ. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ടേബിൾ സ്പൂണോളം എണ്ണ, നല്ലെണ്ണയാണ്, നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 പച്ചമുളക് എടുത്തു വെച്ചത് ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ വെളുത്തുള്ളി അതങ്ങോട്ട് ഇടാം. പിന്നെ 4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ടൊരു 3 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 3 മിനിറ്റ് ഫ്രൈ ആയി. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം, അത് 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു
ലൈറ്റായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് വരാൻ പാടുള്ളൂ. അത് മറ്റേ നമ്മുടെ ഇറച്ചിക്ക് അല്ലെങ്കിൽ വറുത്തരയ്ക്കുന്ന അതിന് വറുക്കണ പോലെ ഒന്നും ബ്രൗൺ കളറൊന്നും ആവാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പുളി ആഡ് ചെയ്യണം. ലൈറ്റായിട്ട് കളർ മാറി. ഇനി നമുക്ക് ഈ പുളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പില നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചത്. ഇത് ഏകദേശം നിറച്ചൊരു കപ്പ് അമർത്തി അളന്നതാണ്. ഈ കറിവേപ്പില ഒന്ന് ലൈറ്റായിട്ടൊന്ന് കളറ് മാറും നമ്മൾ ഫ്രൈ ആക്കി വരുമ്പോൾ. ആ കളറാണ്. അപ്പോൾ ആ ഒരു ചെറിയ വെള്ളമൊക്കെ കറിവേപ്പിലത്തെ പോയി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറിൽ ഒരു ഷെയ്ഡൊന്ന് മാറുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി. ആ വേപ്പിലത്തെ വെള്ളമൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് ഞാൻ ഫ്രൈ ആക്കിട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ച് കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർത്ത് ഒരു സെമി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ചൂട് ആറിയുണ്ട്. നമുക്കിത് ഒരു മിക്സിയുടെ ചെറിയ കപ്പിലിട്ടിട്ട് അരച്ചെടുക്കാം. രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നമുക്ക് ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തത്. അപ്പം മുഴുവൻ വെണ്ണ പോലെയല്ല, ചെറുതായിട്ട് തരികളൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള വേപ്പിലയും കൂടി നമുക്ക് അരച്ചെടുക്കും. അപ്പം നമ്മൾ കറിവേപ്പില അരച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു മൺചട്ടി എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിക്കാം. അപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഉള്ളി വലുതൊക്കെ ഒന്ന് നടു കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇട്ടാൽ മതി. അതൊന്ന് നമ്മൾ വഴറ്റിയിട്ട് ഒന്ന് ട്രാൻസ്പാരൻ്റ് ആവണ പോലെ ആയി കിട്ടും. ഒന്നൊരു 2-3 മിനിറ്റ് വഴറ്റി അത് ട്രാൻസ്പാരൻ്റ് ആയി കിട്ടും. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം മഴന്ന് വന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചത് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് നമുക്ക് ഇതിന് കിടന്ന് ഫ്രൈ ആവണം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരു
എന്താ പറയുക, എണ്ണ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അത് വിചാരിച്ചിട്ട് എണ്ണ കുറയ്ക്കാൻ പാടില്ല. അതേപോലെ ഒരു കുഴമ്പ് പരുവത്തിൽ തന്നെയാണ് ഈ കറി, ഒഴിച്ച് കറി ആയിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊരു സൈഡ് ഡിഷ് തന്നെയാണ്. ഫ്ലെയിം കൂട്ടി വയ്ക്കുന്നുണ്ട്. എണ്ണ ചെറുതായി തെളിഞ്ഞ് വന്നു തുടങ്ങി. ഇപ്പോൾ നമ്മൾ നേരത്തെ പുളിയിലെ വെള്ളം ഒഴിച്ച് വെച്ച് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് കൂടി വരണം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാലേ അതിൽ വെള്ളം വറ്റി നന്നായിട്ട് കുക്കായി വരുള്ളൂ. ഇനി നമ്മൾ ഇതുവരെ ഈ കറിയിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ പുളിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പ് നമ്മൾ അത് നോക്കി ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് കളറ്, ആ പച്ച കളറിൽ നിന്ന് ജസ്റ്റ് വിട്ട് തുടങ്ങി. എണ്ണയ്ക്ക് ആദ്യം തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ പതുക്കെ ഒരു മിനിറ്റും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഓഫ് ചെയ്യാം. അതിന് മുമ്പ് നേരത്തെ ഞാൻ നിങ്ങളോട് പറയാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. വേണമെങ്കിൽ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഈ കറി ഇങ്ങനെ ഈ രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാനൊരു ഇത്രയും പോകുന്ന ഒരു പീസ് ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചതാണ്. അത് ആഡ് ചെയ്താൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്, ഭയങ്കര ടേസ്റ്റാണ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പല രീതിയിൽ ഈ കറി പരീക്ഷിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഒരു ടേസ്റ്റ് ഇത് ആഡ് ചെയ്യുമ്പോൾ അത്രയും നമ്മൾ വിചാരിക്കില്ല കറിവേപ്പില ആ കറിക്ക് ഇത്രയും രുചി വരുന്നു. ഞാൻ അത് ഇത്രത്തോളം ഉണ്ട്. അത് ഞാനൊന്ന് അരിച്ചിട്ട് തന്നെ ഒഴിക്കാം. അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ, കല്ലൊന്നും ഇല്ല അതിൽ, എന്നാലും കല്ലുണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ കറിവേപ്പില കുഴമ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കറിവേപ്പില കുഴമ്പ് ഉണ്ടാക്കിയത് കണ്ടില്ലേ? ആ ഫൈനൽ സ്റ്റേജിൽ ആ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. പിന്നെ അത് മാത്രമല്ല, ഓയിൽ എപ്പോഴും ഫ്ലോട്ട് ചെയ്ത് കിടക്കും ഈ കറിയിൽ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഓയിൽ റെഡ്യൂസ് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ 2 ടേബിൾ സ്പൂൺ തന്നെ ഓയിൽ അതിൽ ഒഴിക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കോക്കനട്ട് നമ്മൾ മറ്റേ ഇറച്ചിക്കൊക്കെ വറുക്കുന്ന പോലെ ഒരിക്കലും വറുക്കരുത്. ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ നമ്മൾ കറിവേപ്പിലിട്ട് അത് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ സാധാരണ പറയുക, ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 4 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ പുളി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കറി ആയതുകൊണ്ട് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ പാനിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് നിങ്ങൾ മാറ്റി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കി നോക്കുക. എല്ലാവരും കറിവേപ്പില അധികം കൈ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്ത തവണ ഞാനൊരു ഉഗ്ര റെസിപ്പിയുമായി വരും. ബൈ. Somebody, somebody. Somebody,